ഉദ്ദേശം ഒരു മാസത്തെ ടൂറിന് ശേഷം ഡൽഹിയിൽ തിരിച്ചെത്തി. അപ്പോൾ അവിടെ വീട്ടിൽ പോയ സമയത്താണ് പറയുന്നത് വെള്ളമില്ല, വാട്ടർ സപ്ലൈ ഇല്ല. 15 ദിവസമായി. അടുത്തെല്ലാം ടാങ്കറുകൾ വന്ന്, വെള്ളത്തിൻ്റെ ടാങ്കറുകൾ വന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ടാങ്കറുകളിൽ വെള്ളം കൊണ്ടുവന്നിട്ട് തകൃതിയായിട്ട് 750 രൂപ മുതൽ 1200 രൂപ വരെയാണ് ടാങ്കറുകൾ ചാർജ് ആക്കുന്നത് വെള്ളത്തിന്. ആർക്കെല്ലാം ആവശ്യമുണ്ടോ, എവിടെയെല്ലാം ആവശ്യമുണ്ടോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വീട്ടിലെത്തും, പൈസ കൊടുത്താൽ മതി. ഇങ്ങനെ തുടങ്ങിയിട്ടൊരു 15 ദിവസമായി. പക്ഷേ ജൽ ബോർഡിൻ്റെ, ഡൽഹിയിൽ വാട്ടർ സപ്ലൈ ചെയ്യുന്നത് ജൽ ബോർഡ് എന്ന സിസ്റ്റമാണ്. ജൽ ബോർഡിൽ നിന്നും ഒരു ഇതുമില്ല. അപ്പോൾ ഞാൻ അവിടെ പോയി അന്വേഷിച്ച സമയത്ത് പറഞ്ഞു നമ്മുടെ അടുത്തുള്ളൊരു ബോർവെല്ല് അത് കേടുവന്നു, അതിൻ്റെ മോട്ടോർ അതിൽ കുരുങ്ങിയിരിക്കുകയാണ്, ആ മോട്ടോർ എടുക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് വെള്ളം അടിക്കാൻ പറ്റില്ല, അതാണ് വെള്ളമില്ലാത്തതിന് കാരണമെന്ന്. ഇതിനു മുമ്പ് പലപ്പോഴും ബോർവെല്ലിൻ്റെ ഉള്ളിൽ മോട്ടോർ കുരുങ്ങാറുണ്ട്, അതെടുക്കാൻ സമയം കിട്ടാൻ വൈകാറുണ്ട്. അപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ടാങ്കറുകൾ വരാറുണ്ട്. ഇത് ഡൽഹിയുടെ ഒരു സ്ഥിരം സ്വഭാവമായിരുന്നു. അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടാവും എപ്പോഴും. അങ്ങനെയുള്ളൊരു ഏരിയയാണത്. കാരണം എല്ലാ സമയത്തും വെള്ളം കിട്ടില്ല, ഇടയ്ക്കിടയ്ക്കൊരു ബ്രേക്ക് ഉണ്ടാവും. കാരണം ബോർവെല്ല് വഴിയാണ് വെള്ളം എടുക്കുന്നത്. അതിലെപ്പോഴും മോട്ടോർ കുരുങ്ങും. കുറേ കാലം കഴിഞ്ഞാൽ മോട്ടോർ കുരുങ്ങും. കുരുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതെടുക്കാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ചിലത് എടുക്കാൻ കിട്ടില്ല, അപ്പോൾ പിന്നെ വെള്ളം ഇല്ലാതെയാവും. അപ്പോൾ ടാങ്കറുകൾ മാത്രം കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആയിരുന്ന ഒരു സിസ്റ്റം. ഇത് മുൻകൂട്ടിയിട്ട് തന്നെ നമ്മൾ നിരീക്ഷിച്ചിട്ടതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ അവിടെ എത്തിയ സമയത്ത് ഞാൻ അവിടെ ആൾക്കാരോടെല്ലാം ചോദിച്ചു എന്താണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വിളിച്ച് പറയാണ്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ വിളിച്ചു, എഞ്ചിനീയറെ വിളിച്ചു, ജൽ ബോർഡിനെ വിളിച്ചു, ജൽ ബോർഡിൽ പോയി, എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഒരു മെസ്സേജ് കൊടുത്തു, ഫാക്സ് മെസ്സേജ് അയച്ചു ജൽ ബോർഡിന്. അതുപോലെ തന്നെ അന്ന് ഫാക്സ് എല്ലാം ഉള്ള സമയമാണ്. അതുപോലെ ഇന്ത്യ TV, ZTV അങ്ങനെയുള്ള TV ചാനലുകൾക്കും ഞാൻ ഈ റിപ്പോർട്ട് കൊടുത്തു. 15 ദിവസമായിട്ട് വെള്ളമില്ലെന്നും ടാങ്കറുകളാണ് സപ്ലൈ ചെയ്യുന്നതെന്നുള്ളതും. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞു, ജൽ ബോർഡിൽ നിന്നും ഒരു വിവരമില്ല, എവിടെ നിന്നൊരു വിവരമില്ല. പിന്നെയും ടാങ്കർ വരുന്നുണ്ട്, ഞങ്ങൾ വെള്ളം വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അന്ന് ഡൽഹി ഭരിക്കുന്ന ഷീല ദീക്ഷിതാണ്. അപ്പോൾ ഷീല ദീക്ഷിതിൻ്റെ ഓഫീസിലേക്ക് ഒരു ലെറ്റർ അയച്ചു, ഇമെയിൽ സന്ദേശം അയച്ചു. അപ്പോൾ ഷീല ദീക്ഷിതിൻ്റെ ഓഫീസിലും കാത്തിരുന്നു. ഒരു 5-6 ദിവസമായിട്ടും ഒരു വിവരമില്ല, ഒരു റിപ്ലൈ ഇല്ല. നേരിട്ട് ജൽ ബോർഡിലേക്ക് ഫോൺ ചെയ്തു. ജൽ ബോർഡിലേക്ക് ഫോൺ ചെയ്തപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എടുത്തു. അത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, പുതിയ മോട്ടർ വന്ന് പുതിയ ബോർവെൽ കുഴിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് കൊടുത്തുള്ളൂ, ആ മോട്ടർ കിട്ടുന്നില്ല. അതാണ് ജൽ ബോർഡിൽ നിന്നും വിവരം. അപ്പോഴേക്ക് ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞു. അതായത് 15 ദിവസം ഇല്ലാതെയും 10 ദിവസം പിന്നെയും. അപ്പോൾ 25 ദിവസം ആ ഭാഗത്ത് വെള്ളമില്ല, എല്ലാം ടാങ്കർ വഴിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് കേന്ദ്രം ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഷീല ദീക്ഷിതിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച സമയത്ത് അവിടുത്തെ PA എന്നോട് പറഞ്ഞിരുന്നു, ജൽ ബോർഡ് നോക്കുന്നത് കേന്ദ്രമാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ്, അപ്പോൾ അവരാണിതിൽ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേന്ദ്ര സർക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മൻമോഹൻ സിംഗിനൊരു കത്തെഴുതി. അതായത് ഇന്ത്യ ഇത്രയും ഡെവലപ്പിംഗ് കൺട്രിയായിട്ട് പോകുന്ന സമയത്ത് ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇന്ത്യയിൽ ഒരു ഭാഗത്ത് 20-25 ദിവസമായി വെള്ളമില്ല പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നാണക്കേടാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ലെറ്റർ എഴുതി മൻമോഹൻ സിംഗിന്. മൻമോഹൻ സിംഗിന് ലെറ്റർ എഴുതി 3-ാമത്തെ ദിവസം എനിക്കതിന് റിപ്ലൈ വന്നു, നിങ്ങളുടെ ഇത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ അയച്ച ലെറ്റർ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനൊരു റിപ്ലൈ വന്നു. അതിൽ വേറെ 2 വരികൾ മാത്രമേ ഉള്ളൂ. ഇത് വന്നു. അന്ന് ആ കത്ത് വന്നതിൻ്റെ ദിവസം ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോയി. 4 മണിക്ക്, ഏകദേശം 4:30 മണിക്ക് അവിടുത്തെ കുറച്ച് ഗുണ്ടകളും ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറും ആയിട്ടുള്ള ആൾക്കാർ വീട്ടിലെത്തി. എൻ്റെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന വീട്ടിലാണ്. ആരാണ് ഈ PKC നായർ, എന്താണ് അയാൾക്ക് ഇവിടെ കാര്യം, ഇത് നമ്മളുടെ അല്ലേ, മറുനാട്ടുകാരനല്ലേ അയാളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം, ഗുണ്ടകളൊക്കെ ആയിട്ട് അവിടെയുള്ള ആൾക്കാരെ അങ്ങ് ഇളക്കി വിട്ടു. ഇനി നിങ്ങൾക്ക് വെള്ളം കിട്ടാൻ പോകുന്നില്ല, ഇവിടെ ഞങ്ങൾ പണിയെടുക്കാനും പോകുന്നില്ല, ഞങ്ങൾക്കെതിരെ പരാതി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് എനിക്കറിയില്ല, ഞാനപ്പോൾ ഓഫീസിലാണ്. ഞാൻ ഓഫീസിൽ നിന്ന് ഏകദേശം ഒരു 8 മണിക്ക് വീട്ടിലെത്തിയ സമയത്ത് ആൾക്കാർ ചുറ്റും എന്നോട് വന്നു പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ജൽ ബോർഡിൽ നിന്നും കുറച്ച് ആൾക്കാർ വന്നു, ഒരു ഗുണ്ട ടൈപ്പാണ് അവർ, അപ്പോൾ അവരിഞ്ഞ് വെള്ളം തരില്ലെന്നാണ് പറയുന്നത്, അപ്പോൾ നിങ്ങൾ കാരണം ഞങ്ങൾക്കാർക്കും വെള്ളം കിട്ടാതെയാവോ എന്നൊക്കെയായി അവിടുത്തെ ആൾക്കാർ. കാരണം നമ്മൾ മറുനാട്ടുകാരവിടെ വന്ന് അവരുടെ ഏരിയയിൽ വന്ന് അവർക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാക്കും എന്നുള്ള ഭീതിയിലൊക്കെ ആയിരുന്നു. ഞാൻ അപ്പോഴേ വീണ്ടും പ്രൈം മിനിസ്റ്റർക്ക് അപ്പോൾ തന്നെ ഞാൻ ഇമെയിൽ അയച്ചു, ഇങ്ങനെ ഗുണ്ടായിസം ഇവിടെയുണ്ട്, ഈ ലെറ്റർ അയച്ചതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു, ഇവിടെ ഗുണ്ടായിസം കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ലെറ്റർ അയച്ചു ഞാൻ പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത്
അദ്ദേഹം വളരെ നല്ലവനായിരുന്നു ഉള്ളതിന് തെളിവാണ്. ഉടനെ തന്നെ ഏകദേശം ഒരു 8-9 മണിക്ക് 2 പോലീസുകാർ വന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് അവിടെ കൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, അവിടെ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എങ്ങനെയോ പെട്ടെന്ന് അവിടെ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 8 മണിക്ക് 2 പോലീസുകാർ വീട്ടിൽ വന്നു. എന്താ അവിടെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞില്ല, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, വിഷമം എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ വിഷമങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ പ്രശ്നമുണ്ടോ, വെള്ളമില്ലാത്ത പ്രശ്നമുണ്ടോ, അതിനുവേണ്ടി ഞങ്ങൾ 25 ദിവസമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻക്വയറി അവിടെ എത്തി. അത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. 4-ാമത്തെ ദിവസം ബോർവെല്ല് കുഴിക്കാനുള്ള മെഷീൻ അവിടെ എത്തി ആ ഭാഗത്ത്. അതായത് 25-29-ാമത്തെ ദിവസമായി എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇത് കൊടുത്ത് ലെറ്റർ കൊടുത്തതിൻ്റെ 5-ാമത്തെ ദിവസം ബോർവെല്ല് കുഴിക്കാനുള്ള എഞ്ചിനുകളെല്ലാം അവിടെ എത്തി. ബോർവെല്ല് കുഴിക്കാൻ തുടങ്ങി. 2 ദിവസത്തിൽ ബോർവെല്ല് കുഴിച്ചു. അവിടെ ഞങ്ങൾക്ക് വെള്ളം പമ്പ് ചെയ്ത് കിട്ടി, എല്ലാവർക്കും സുഖമായി. മാത്രമല്ല അതിനുശേഷം ആ ഏരിയയിൽ 3 ബോർവെല്ലുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കുഴിച്ചു. അപ്പോൾ മൻമോഹൻ സിംഗിന് ആ ലെറ്റർ പോയതിൻ്റെ ആ പവർ, അദ്ദേഹം ആ കാലത്തെ നല്ലൊരു ഭരണാധികാരി ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടെയാണ് ഇത്രയും പെട്ടെന്ന്, അതായത് ലെറ്റർ കിട്ടിയതും സോൾവ് ചെയ്തത്. 25-30 ദിവസമായിട്ട് വെള്ളം കിട്ടാതെ കണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് അവർക്ക് ഈ ഒരു മാറ്റം. മാത്രമല്ല ഇനി വെള്ളം അവിടെ ഇല്ലാതിരിക്കരുതെന്ന് വിചാരിച്ച് 1-ന് പകരം 3 ബോർവെല്ലാണ് ഭാഗത്ത് കുഴിച്ചത്. 3 ബോർവെല്ലിന് മോട്ടോർ ഫിറ്റ് ചെയ്തു. അങ്ങനൊരു സംഭവം ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് വാസ്തവത്തിൽ ഈ ഡൽഹിയിൽ അന്നെല്ലാം ഈ മാഫിയകളെന്ന് പറയാം, അല്ലെങ്കിൽ അന്നത്തെ പൊളിറ്റീഷ്യനായിട്ട് കോൺഗ്രസ് ഇന്ത്യയിൽ ആരായാലും അന്ന് ഭരിക്കുന്നതല്ല അവർ തന്നെയാണ്. അവരായിട്ട് കുറേ ഇങ്ങനെയുള്ള ഈ ബിസിനസ്സുകാർക്ക്, കച്ചവടക്കാർക്ക് ലിങ്ക് ഉണ്ട്. ഈ വെള്ളം കൊണ്ടുവരുന്നവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ചാടി വീഴുക, അവരുടെ കച്ചവടം നടത്തുക. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ടാങ്കറുകാർക്ക് കച്ചവടം നടത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കേടുവരുത്തി വയ്ക്കുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾക്ക് ഈ വെള്ളമെല്ലാം കൊണ്ടുവന്നതിന് ശേഷം അവിടുത്തെ 2 ചീഫ് എഞ്ചിനീയേഴ്സിനെ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയേഴ്സിനും ചീഫ് എഞ്ചിനീയേഴ്സിനും അവിടെ സ്ഥലം മാറ്റം ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. നേരിട്ട് കേന്ദ്ര സർക്കാരിന് ആക്ഷൻ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞാനന്ന് കണക്കാക്കിയത്. അതുകൊണ്ട് സത്യത്തിൽ നമ്മളുടെ ഭരണവ്യവസ്ഥയിൽ പ്രധാനമന്ത്രി അതുപോലെ തന്നെ ഉയർന്ന ആൾക്കാർ വിചാരിച്ച എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും.